നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടെക് സംരംഭകനും അതുപോലെ തന്നെ കോടാനുകോടി ഡോളർ ആസ്തിയുള്ള റിപ്ലിംഗ് എന്ന കമ്പനിയുടെ സഹസ്ഥാപകനുമായിട്ടുള്ള പ്രസന്ന ശങ്കറിനെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഇപ്പോൾ ഭാര്യ ദിവ്യ ശശിധർ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലേറെ ചർച്ചയായി മാറിയ ഒന്ന് തന്നെ ആയിരുന്നു പ്രസന്ന ശങ്കർ പറഞ്ഞിരിക്കുന്ന ചില വാദങ്ങൾ. തന്നെ ഭാര്യയും പോലീസും ചേർന്ന് പീഡിപ്പിക്കുന്നു എന്നുള്ള ചില വസ്തുതകൾ. എന്നാൽ അതിന് പിറകെ ആരാണ് പ്രസന്ന ശങ്കർ എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഭാര്യ. ബലാത്സംഗം, ലൈംഗിക പീഡനം, ശാരീരിക പീഡനം, സാമ്പത്തിക തട്ടിപ്പ്, നികുതി തട്ടിപ്പ് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പ്രസന്ന ശങ്കറിനെതിരെ ദിവ്യ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. താൻ പ്രസവവേദന കടിച്ചുപിടിച്ച് നിൽക്കുമ്പോഴും ലൈംഗിക ബന്ധത്തിനായി നിർബന്ധിക്കുമെന്നും കൂട്ടുകാരുടെ കൂടെ കിടക്കാൻ പോലും ആവശ്യപ്പെടുമെന്നും പലതരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിനുടമയാണ് തൻ്റെ ഭർത്താവെന്നാണ് ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഇതുകൂടാതെ ഒളിക്യാമറ വെച്ച് നിരവധി കാര്യങ്ങൾ പകർത്തിയെടുക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ ചില വിഷയങ്ങളാണ് ദിവ്യ ശങ്കറിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ദിവ്യ അപമാനിച്ചെന്നും മകനെ തട്ടിക്കൊണ്ടുപോയെന്നും ശങ്കർ ഈ അടുത്ത് പരസ്യമായ ആരോപണം ഉന്നയിച്ചതിന് പിറകെയാണ് ദിവ്യയും പൊതുമധ്യത്തിൽ വന്നത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് കള്ളപ്പരാതി കൊടുത്ത് ഭാര്യയും ചെന്നൈ പോലീസും ചേർന്ന് തന്നെ വേട്ടയാടുന്നുവെന്നാണ് പ്രസന്ന ശങ്കർ ആരോപിച്ചത്. ഇതിന് പിറകെയാണ് ദിവ്യ ശശിധർ എന്താണ് തൻ്റെ ഭാഗമെന്നുള്ളത് ഒരു മാധ്യമത്തോട് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രസന്ന ശങ്കർ എന്ന് പറയുന്നയാൾ തികച്ചും ലൈംഗിക വൈകൃതത്തിനുടമയാണ്. മറ്റുള്ളവരുമായി തന്നോട് ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചിരുന്നുവെന്നാണ് ആരോപിക്കുന്നത്. വീടിനുള്ളിൽ തന്നെ പലയിടത്തായി ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പ്രസന്ന ശങ്കർ ലൈംഗിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടു എന്നുകൂടി യുവതി ആരോപിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ ദി സാൻ ഫ്രാൻസിസ്കോ സ്റ്റാൻഡേർഡ് എന്നൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് ദിവ്യ ശശിധർ തൻ്റെ ഭർത്താവിനെതിരെ തന്നെ ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രസന്ന ശങ്കറിന് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു താല്പര്യം, അത് ലൈംഗികത മാത്രമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. സുഹൃത്തുക്കളോടൊപ്പം പോലും ലൈംഗിക ബന്ധത്തിനായി പ്രസന്ന പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താൻ ഇതിന് വിസമ്മതിച്ചതോടെയാണ് വിവാഹ ജീവിതം തകരാൻ കാരണമായതെന്നും ദിവ്യ അഭിമുഖത്തിലൂടെ പറഞ്ഞു. അയാളുടെ സമ്പത്ത് സംരക്ഷിക്കാനും നികുതി വെട്ടിക്കാനുമായി തന്നെയും മകനെയും ഇരയാക്കി പല രാജ്യങ്ങളിലേക്കും പറിച്ചു നട്ടു. നിർബന്ധിച്ച് കൊണ്ടുപോയി ഭർത്താവിന് വേണ്ടി തൻ്റെ കരിയർ ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് താൻ ഇന്ന് എത്തി നിൽക്കുന്നുവെന്നാണ് ദിവ്യ പറയുന്നത്. 2016 തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളാണ് തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രസവത്തിന് തൊട്ട് പുറകെ വേദനയേറിയ ഒരു ശാരീരിക ബന്ധത്തിന് ഭർത്താവ് നിർബന്ധിച്ചു. നിരസിച്ചപ്പോൾ ക്രൂരമായ ഭാഷയിലൂടെ തന്നെ പീഡിപ്പിച്ചു. ലൈംഗികത പുരുഷന്റെ അടിസ്ഥാന ആവശ്യമാണെന്നാണ് പ്രസന്നയുടെ വാദം. അത് താൻ നിഷേധിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. തനിക്ക് എത്ര വേദനയുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലൈംഗികത തന്നെയാണ്, ലൈംഗികത ആസ്വദിക്കുക തന്നെയായിരുന്നു ഇയാളുടെ ഒരു രീതി. ലൈംഗിക ബന്ധത്തിന് ഇനിയിപ്പോൾ തയ്യാറായില്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി പുറത്തടക്കം പോകുമെന്നാണ് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയത്. അതിനുള്ള തെളിവായി എസ്കോർട്ട് സർവീസ് നൽകുന്ന യുവതികളെക്കുറിച്ചുള്ള വിവരം തേടിയതിൻ്റെ വിശദാംശങ്ങൾ ഭർത്താവ് തന്നെ തനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവടക്കം തൻ്റെ പക്കലുണ്ടെന്നാണ് ദിവ്യ പറയുന്നത്. പ്രസന്ന ശങ്കറുമായിട്ടുള്ള വിവാഹത്തെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശം പേടി സ്വപ്നമെന്നാണ് ദിവ്യ പറയുന്നത്. വിദേശത്ത് അവർ നടത്തിയ പോരാട്ടത്തിൽ നിന്നുള്ള 100 കണക്കിന് പേജുള്ള കോടതി രേഖകൾ, ഇമെയിലുകൾ, ഫോട്ടോകൾ തുടങ്ങിയ രേഖകൾ ദിവ്യയുടെ പക്കൽ തെളിവായി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ ഭർത്താവിൻ്റെ കൂട്ടുകാരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചതും വീട്ടിൽ ഒളിക്യാമറ സ്ഥാപിച്ചതും സിംഗപ്പൂരിലെ വീട്ടിൽ മകൻ്റെ കുളിമുറിയിൽ ഉൾപ്പെടെ തൻ്റെ അറിവില്ലാതെ ഒളിക്യാമറകൾ സ്ഥാപിച്ചുവെന്ന് കൂടിയാണ് ആരോപിക്കുന്നത്. പലതവണ ക്രൂരമർദ്ദനത്തിനിരയായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. എല്ലായ്പ്പോഴും ലൈംഗികത മാത്രം, ഇതായിരുന്നു ഒരേ ഒരു ആവശ്യം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ജോലിയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കാൻ പ്രസന്ന ശങ്കർ നിർബന്ധിച്ചു. ആദായ നികുതി അടയ്ക്കാതിരിക്കാൻ താമസം കാലിഫോർണിയയിൽ നിന്നും വാഷിംഗ്ടണിലേക്കും പിന്നീട് സിംഗപ്പൂരിലേക്കും മാറ്റി. എക്സിറ്റ് ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ US വിസ സ്റ്റാറ്റസ് മാറ്റി. നികുതി വെട്ടിക്കാനാണ് സിംഗപ്പൂരിലേക്ക് പോയത്. എന്നാൽ സിംഗപ്പൂരിലെത്തിയതോടെ തൻ്റെ ജോലി തന്നെ നഷ്ടമായി എന്നും തൻ്റെ കരിയർ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നുമാണ് ദിവ്യ ശശിധർ ആരോപിക്കുന്നത്. അനൂപ് കുട്ടിശങ്കരൻ എന്നയാളുമായി തനിക്ക് ബന്ധമുണ്ട്, അവിഹിത ബന്ധമുണ്ടെന്നാണ് ഭർത്താവ് ആരോപിക്കുന്നത്. പക്ഷേ അനൂപുമായിട്ടുള്ളത് ശാരീരിക ബന്ധമല്ല, മറിച്ച് വൈകാരികമായ ചില ബന്ധമാണ്. തൻ്റെ അഭിഭാഷകർ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണിത്. അതിനപ്പുറത്തേക്ക് യാതൊരുവിധ കാര്യങ്ങളുമില്ല. തന്നെ അവഹേളിക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഇറക്കിയ ചില കഥകൾ. മാത്രമല്ല, അനൂപുമായിട്ടുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഭർത്താവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വ്യാജമായി ചമച്ചെടുത്തതാണെന്നും ദിവ്യ തന്നെ ആരോപിക്കുന്നു. ഭാര്യയുടെ ഈ വെളിപ്പെടുത്തലുകൾ പ്രസന്ന ശങ്കർ തന്നെ നിഷേധിക്കുകയാണ്.
ഭാര്യ ദിവ്യയുടെ വിവാഹേതര ബന്ധം താൻ കണ്ടുപിടിച്ചു, അത് ചോദ്യം ചെയ്തു. അതിന് ശേഷമാണ് തനിക്ക് ദുരനുഭവങ്ങൾ തുടങ്ങിയതെന്നാണ് പ്രസന്നയുടെ വാദം. തങ്ങളുടെ വിവാഹബന്ധത്തിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നില്ല എന്നും ഭാര്യ പറഞ്ഞ പല കാര്യങ്ങളും ഇതേ ചൊല്ലിയുണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്നുമാണ് പ്രസന്ന ശങ്കർ പറയുന്നത്. ഭാര്യ തന്നെ വഞ്ചിച്ചെന്നും തനിക്കെതിരെ വ്യാജ പരാതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആഴ്ചകൾക്ക് മുന്നേ തന്നെ പ്രസന്ന ശങ്കർ സമൂഹമാധ്യമത്തിലൂടെ ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. വിവാഹേതര ബന്ധം കണ്ടുപിടിച്ചതിന് ശേഷം ജീവനാംശമായി വലിയ ഭീമമായ തുക ഭാര്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾ മുടങ്ങിയപ്പോൾ ഭാര്യ തനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസിൽ വ്യാജ പരാതി കൊടുത്തു. ചെന്നൈ പോലീസ് ഏത് സമയവും തന്നെ പിടികൂടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇപ്പോൾ ഒളിവിലാണ് താൻ കഴിയുന്നതെന്നാണ് പ്രസന്ന ശങ്കർ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. മകനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ദിവ്യ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പരാതി തുറന്ന് FIR ഇല്ലാതെ തന്നെ അധികാരികൾ തന്റെ ഫോൺ, വാഹനം, IP വിലാസം എന്നിവ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണം. കൂടാതെ മുൻകൈ നേടാൻ വേണ്ടി ഇന്ത്യക്ക് പകരം അമേരിക്കയിൽ പോയി വിവാഹമോചന ഹർജി നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. 10 കൊല്ലം മുമ്പാണ് തങ്ങൾ വിവാഹിതരായത്. 9 വയസ്സുള്ള മകനുണ്ട്. നിലവിൽ വിവാഹമോചന നടപടികളൊക്കെ തന്നെ നടക്കുന്നു. അതിനിടയിലാണ് മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് വ്യാജ പരാതി ഭാര്യ തനിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടുള്ള മകൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട്, വളരെ സന്തോഷവാനാണെന്നും ഇയാൾ തന്നെ പറയുന്നു. ഭാര്യയ്ക്ക് അനൂപ് കുട്ടിശങ്കരനുമായി ബന്ധമുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഇയാൾ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതിൻ്റെ തെളിവടക്കം തൻ്റെ പക്കലുണ്ട്. അനൂപിൻ്റെ ഭാര്യ തന്നെയാണ് ഇത്തരം തെളിവുകൾ തനിക്ക് അയച്ചു നൽകിയതെന്നും പ്രസന്ന ശങ്കർ തന്നെ പറയുന്നു. വിവാഹമോചന നടപടികൾക്കിടയിൽ ഭാര്യ മകനുമായി അമേരിക്കയിലേക്ക് പോയി അതിൽ ഭാര്യയ്ക്കെതിരെ പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ കോടതി വിധി തനിക്ക് അനുകൂലമായിട്ടാണ് വന്നത്. പക്ഷേ ഭാര്യയാകട്ടെ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അതനുസരിച്ച് ധാരണയിലെത്തേണ്ടി വന്നു. ഭാര്യയ്ക്ക് 9 കോടിയോളം രൂപയും പ്രതിമാസം 4,30,000 രൂപ നൽകാനുമായിരുന്നു ധാരണയുണ്ടായിരുന്നത്. മകൻ്റെ സംരക്ഷണം സംയുക്തമായി തന്നെ പങ്കിടണം, അതിനും ധാരണയായി. അതനുസരിച്ച് ഭാര്യ ചെന്നൈയിലെത്തി മകൻ്റെ സംരക്ഷണം വിട്ടുകൊടുത്തു. ഏതാനും ദിവസങ്ങളിൽ ഇതിൽ വീഴ്ചയൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ മകൻ്റെ പാസ്പോർട്ട് സംയുക്തമായിട്ടുള്ള ഒരു ലോക്കറിൽ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയായിരുന്നു ഉണ്ടായത്. അത് ഭാര്യ പാലിച്ചില്ല. അതിനെതിരെ താൻ കോടതിയെ സമീപിച്ചു. പാസ്പോർട്ട് ലോക്കറിൽ കൊടുത്താൽ മാത്രമേ ഭാര്യയ്ക്ക് മകനെ നൽകൂ എന്നാണ് നിലപാട്. എന്നാൽ അതിൽ ഭാര്യ എതിർ നിലപാട് സ്വീകരിച്ചു. കോടതിയിൽ പോലും ഹാജരാകാതെ തനിക്കെതിരെ ചെന്നൈ പോലീസിൽ പകരം ഒരു വ്യാജ പരാതി കൊടുത്തുവെന്നാണ് പ്രസന്ന പറയുന്നത്. മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പോലീസിലെ പരാതി. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഭയന്നുകൊണ്ടാണ് മകനൊപ്പം മാറി നിൽക്കുന്നത്. തനിക്കൊപ്പം അവൻ സുരക്ഷിതനാണ്, സന്തോഷവാനാണ്. അതിൻ്റെ അടക്കം തെളിവ് താൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപദ്രവിക്കുമെന്നാണ് പ്രസന്ന ശങ്കർ ഭയക്കുന്നത്. ചെന്നൈ പോലീസ് ബംഗളൂരുവിലെ തൻ്റെ സുഹൃത്തിൻ്റെ വീട് അടക്കം വാറന്റ് പോലുമില്ലാതെ പരിശോധന നടത്തി. പോലീസ് നിയമവിരുദ്ധമായി തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. UPI വഴി 200 രൂപ നൽകിയ സഹായിയുടെ ഫോൺ അടക്കം പോലീസ് പിടിച്ചെടുത്തു. താമസിച്ച Airbnb-യിലും പരിശോധന നടത്തി. തന്നെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നു. അതിനെ നിയമപരമായി തന്നെ താൻ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്നാണ് പ്രസന്ന ശങ്കർ പറയുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഭാര്യ ദിവ്യ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന പേരിൽ പ്രസന്ന ശങ്കർ ഇന്ത്യയിലേക്ക് വരുത്തിയെന്നും പിന്നീട് ഒരാൾ വന്ന് തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി അതുകൊണ്ടാണ് പരാതി കൊടുത്തതെന്നാണ് ദിവ്യ പറയുന്നത്. നികുതി വെട്ടിക്കാൻ സ്വത്തുക്കളൊക്കെ പിതാവിൻ്റെ പേരിലേക്ക് മാറ്റിയ ആൾ കൂടിയാണ് പ്രസന്ന ശങ്കർ. സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ക്രിപ്റ്റോ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ സ്ഥാപകൻ കൂടിയാണ് പ്രസന്ന ശങ്കർ. HR ടെക് സ്ഥാപനമായിട്ടുള്ള റിപ്ലിങ്ങിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ശങ്കറിന് $1.3 ബില്യൺ ആസ്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.